ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് കൊല്ലത്തെ ചരിത്രവും പാരമ്പര്യവും ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കുണ്ട് എങ്കിൽ അതേ രൂപത്തിൽ തന്നെ ആയിരക്കണക്കിന് കൊല്ലത്തിൻ്റെ ചരിത്രവും പാരമ്പര്യവും മുസ്ലിം സമുദായത്തിനും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തിത്വവും അവരുടെ നിയമങ്ങളും ഇസ്ലാമിക നിയമങ്ങളുമൊക്കെ ഇന്ന് വളരെ വികലമായ രൂപത്തിൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കപ്പെടുകയും തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് ശാന്തിയും സമാധാനവും നൽകുന്ന മതമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വഖഫ് സ്വത്തുക്കൾ ഇന്ന് കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ അവർ പരലോക ഗുണത്തിന് വേണ്ടി വഖഫ് ചെയ്ത വഖഫ് സ്വത്തുക്കൾ ഇന്ന് കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ആ വഖഫിന് വേണ്ടി ശബ്ദിക്കുന്ന ശബ്ദങ്ങളെപ്പോലും അത് അടിച്ചമർത്താനുള്ള ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിനൊക്കെ എതിരിൽ ഒരു ബോധം സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. തെറ്റിദ്ധാരണകൾ തീർക്കേണ്ടത് അനിവാര്യമാണ്. എന്താണ് വഖഫ് എന്ന് പറഞ്ഞാൽ പൂർവികരായ മഹാന്മാർ അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവരവരുടെ പരലോക ഗുണത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകുന്നതാണ് വഖഫ് സ്വത്തുക്കൾ. അത് ഒരാൾക്കും അവകാശപ്പെടാൻ പാടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരുടെ നിയമങ്ങൾ ശരീഅത്ത് നിയമത്തിൻ്റെ മേൽ കടന്നാക്രമണം നടത്താൻ ശ്രമിക്കുന്നു. ശരീഅത്തിനെ പരസ്യമായി പിച്ച് ചീന്തുന്നവർ യുദ്ധപ്രഖ്യാപനവുമായിട്ട് അധികാരത്തിലെത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ശരീഅത്ത് നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. ഈ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ജീവിതക്രമമാണ്, ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ചിട്ടയായിട്ടുള്ള ജീവിതക്രമമാണ്. അത് മറ്റു ആരുടെയും സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതും അല്ല. എന്താണ് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ, ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പണ്ടത്തെ കാലത്ത് ഗോത്ര കാലഘട്ടം മുതൽ ഉത്തരാധുനിക കാലഘട്ടം വരെ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. തങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ വിഭാഗത്തിൽ നിന്ന് തങ്ങൾ വേർതിരിച്ച് നിർത്തുന്ന ഘടകം തങ്ങൾ വലിയ വിഭാഗത്തിലേക്ക് ചേരുമ്പോൾ തങ്ങളുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്നവരാണ് ന്യൂനപക്ഷം. ആ ന്യൂനപക്ഷ അവകാശങ്ങൾ ഭരണഘടന അനുസൃതമാണ്. അത് സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. അത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന അനുശാസിക്കുന്ന വഖഫ് നിയമങ്ങൾ പോലും ഇന്ന് തലകീഴായി മറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വഖഫിൻ്റെ ഭൂമി സംരക്ഷിക്കേണ്ടതിന് ഗവൺമെൻറ്റുകളും അതേപോലെ തന്നെ നിയമനിർമ്മാണ സഭകളും ഒക്കെ തന്നെ അതിനുവേണ്ടി സഹായവും അതിനനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ആരതൊന്നും തട്ടിപ്പറിക്കാനല്ല, നമുക്ക് കിട്ടിയ അവകാശങ്ങൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ അത് നിലനിർത്താൻ ഗവൺമെൻറ്റുകൾക്കും നീതിന്യായ വ്യവസ്ഥിതികൾക്കും ബാധ്യതയുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.